അസം സംസ്ഥാനം. അസം എന്നും ആസാം എന്നും പറയാറുണ്ട്. അപ്പോൾ അസം സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. അസം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ദിസ്പൂറാണ്. ഇവിടുത്തെ പ്രധാന ഭാഷകളാണ് അസാമീസ്, ബോഡോ എന്നിവ. അസമിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് സാത്രിയ, ബോർതാൽ എന്നിവ. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ബിഹു. ഈ ബിഹുവിന് നമ്മുടെ നാട്ടിലെ ഓണത്തിൻ്റെയൊക്കെ ഒരു സാമ്യമുണ്ട്. അസമിലെ പ്രധാന നദിയാണ് ബ്രഹ്മപുത്ര. അസമിൻ്റെ സംസ്ഥാന മൃഗമാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. അസമിൻ്റെ സംസ്ഥാന പക്ഷിയാണ് വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക്. അതുപോലെ തന്നെ അസം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് ഫോക്സ് ടൈൽ ഓർക്കിഡ്. അസമിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് ഹൊലോങ്. അറേബ്യൻ ചരിത്രകാരനായ അൽ ബറൂണിയുടെ രചനകളിൽ കാമരൂപ എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. കാമരൂപ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ്. പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് അസം സംസ്ഥാനത്തിലാണ്. അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുവാൻ കാരണമായ യുദ്ധമാണ് ബർമീസ് യുദ്ധം. ബർമീസ് യുദ്ധം നടന്നത് 1824 അതുപോലെ തന്നെ 1826 കാലഘട്ടത്തിലാണ്. 1826 യന്താബോ ഉടമ്പടി പ്രകാരമാണ് അസം ബ്രിട്ടീഷ് അധീനതയിലായത്. ടി ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് അസം. അസമിൽ നിന്നും വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നിവ. അഹോം രാജവംശം. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു അസം. അഹോം രാജവംശ സ്ഥാപകനാണ് ചാവുലൂങ് സുക്കാഫ. അഹോം രാജവംശം സ്ഥാപിതമായ വർഷം 1228. അതായത് ഡൽഹിയിൽ സുൽത്താനേറ്റ് ഭരണം നിലനിൽക്കുന്ന സമയത്താണ് ഈ രാജവംശം നിലവിൽ വന്നത്. അസമിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജോർഹത്താണ്. എന്നാൽ അസമിൻ്റെ തലസ്ഥാനം ദിസ്പൂറാണ്. അസമിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ്. റൈൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജോർഹത്തിലാണ്. അസമിലെ പ്രധാന തദ്ദേശവാസികളാണ് അസാമീസും ബോഡോസും. ബോഡോലാൻഡ് എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്ന സംസ്ഥാനമാണ് അസം. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നതും അസമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചായത്തോട്ടം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം. ചുവന്ന നദികളുടെയും നീല കുന്നുകളുടെയും പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അസം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല, അതായത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് അസം. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനവും അസം തന്നെയാണ്. ദിഗ്ബോയ് എണ്ണ ഖനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. നിയമപരമായി പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. GST ബിൽ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും അസമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ഭിന്നശേഷിക്കാർക്കുള്ള ITI സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് അസം. ശിശു സംരക്ഷണ സമിതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും
അസം തന്നെയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തേക്കാൾ 1 മണിക്കൂർ മുന്നോട്ട് സമയം മാറ്റുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സമയമേഖല എന്നത് ഇതുവരെയും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 1 മണിക്കൂർ മുന്നോട്ട് സമയം മാറ്റുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. അതായത് നമ്മളുടെ 82.5 ഡിഗ്രി എന്ന് പറയുന്ന നമ്മളുടെ സമയത്തിൻ്റെ ഇതായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ 82 ഡിഗ്രിയിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ടാണ് അസം സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അത് ഉത്തർപ്രദേശിലാണ് ഈ പറയുന്ന ഈ രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഇവർക്ക് സമയം കുറച്ചും കൂടി കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സമയം മുന്നോട്ട് ആക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് അസം. ബോഡോലാൻഡിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നിയമിച്ച കമ്മീഷനാണ് GK പിള്ള കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ബോഡോലാൻഡ് അസമിലെ 2 തദ്ദേശീയ വംശജരാണ്, അസാമീസും ബോഡോകളും. ഇപ്പോൾ ബോഡോകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ തന്നെ സംസ്ഥാനം വേണമെന്ന്. അപ്പോൾ ഈ ബോഡോലാൻഡിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നിയമിച്ച കമ്മീഷനാണ് GK പിള്ള കമ്മിറ്റി. ബോഡോ മേഖലയുടെ സ്വയം ഭരണത്തിനായും ബോഡോ ജനവിഭാഗങ്ങളുടെ പുനരധിവാസത്തിനുമായി 3ാം ബോഡോ കരാർ ഒപ്പിട്ടത് 2020 ജനുവരി 27-നാണ്. വടക്ക് കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. കിഴക്കിൻ്റെ പ്രകാശ നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഗുവാഹത്തി. പ്രാഗ് ജ്യോതിഷ്പുരം പണി കഴിപ്പിച്ചത് നരകാസുര രാജാവാണ്. ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉമാനന്ദ ക്ഷേത്രം. അസമിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഗോപിനാഥ് ബർദോളി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയും ഗോപിനാഥ് ബർദോളിയാണ്. ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. സെയ്ദ് അൻവർ തൈമൂറാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി. അസം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള ഏക മലയാളിയാണ് K. ശങ്കരനാരായണൻ. ഏഷ്യയിലെ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ മെക്കാനിക്കലി ഡ്രിൽഡ് ഓയിൽ ഫീൽഡായ മക്കൂം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ഇത് സ്ഥാപിതമായത് 1867-ലാണ്. നുമാലിഗഡ് റിഫൈനറി സ്ഥിതി ചെയ്യുന്നതും അസമിലാണ്. കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അസം മൂവ്മെൻറ്റ് എന്ന സംഘടനയും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിൽ 1985-ൽ ഒപ്പുവച്ച ഉടമ്പടിയാണ് അസം അക്കോർഡ്. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസം സംസ്ഥാനത്തെ ജമുഗരി ഘട്ടാണ്. നംരൂപ്, ചന്ദ്രപൂർ എന്നീ താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അസം. ഇന്ദിരാ ഗോസ്വാമി, ഭൂപൻ ഹസാരിക എന്നിവരുടെ ജന്മദേശവും അസം സംസ്ഥാനമാണ്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരികയാണ്. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയയ്ക്ക് ഇപ്പോഴത്തെ രൂപം നൽകിയത് ശങ്കരദേവനാണ്. അസമിൽ മത സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ സന്യാസി വര്യനാണ് ശങ്കരദേവൻ. അസമിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ശങ്കരദേവനാണ്. അസമിലെ പ്രധാന ആരാധനാലയങ്ങളാണ് കാമാഖ്യ ക്ഷേത്രം, ഉമാനന്ദ മന്ദിർ, നവഗ്രഹ ക്ഷേത്രം എന്നിവ. ഹിന്ദുമതസ്ഥരും ഇസ്ലാം മതസ്ഥരും ബുദ്ധമതസ്ഥരും പരിപാവനമെന്ന് കരുതപ്പെടുന്ന അസമിലെ പ്രദേശമാണ് ഹാജോ. ഉൾഫ അഥവാ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന വിഘടന വിഭാഗം പ്രവർത്തിക്കുന്ന സംസ്ഥാനവും അസമാണ്. അസമിലെ പ്രധാന ഡാമാണ് കർബി ലുംപി. ഇത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബോർപാനി.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ഉംറോങ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉംറോങ് നദിയിലാണ്. ഇനി അസമിലെ വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്, ഗുവാഹത്തിയിലാണ്. ജോർഹത്ത് വിമാനത്താവളം, സിൽചാർ വിമാനത്താവളം, തേസ്പൂർ വിമാനത്താവളം എന്നിവയും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. 2021 2 മക്കളിലധികം ഉള്ള വ്യക്തികൾക്ക് സർക്കാർ ജോലി നൽകില്ല എന്ന നിയമം പ്രാബല്യത്തിൽ വരുന്ന സംസ്ഥാനമാണ് അസം. സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ SRPF എന്ന പേരിൽ കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനവും അസമാണ്. ഇത് നടക്കുന്നത് മനാസ് ദേശീയ ഉദ്യാനത്തിലാണ്. ഇന്ത്യയിൽ സ്കിൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അസം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. താങ്ക് യു.